പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി സ്നേഹമുള്ളവരെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും തന്നെ ഈ ദേവാലയത്തിൽ ആയിരിക്കും. വിശുദ്ധന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോയി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ച ഒരു സത്യം എന്ന് പറയുന്നത്, വിശുദ്ധൻ ഒരിക്കലും തനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഒത്തിരി ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായിട്ട് തമ്പുരാന്റെ മുൻപിലെത്തി. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ല എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് നമ്മൾ വിശുദ്ധന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് വിശുദ്ധനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ വിശുദ്ധന്റെ ജന്മത്തിലുള്ള ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ സ്ത്രീകന്മാർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അതിന് മാതൃക വിശുദ്ധ അന്തോണീസ് തന്നെയാണ്. അവന്റെ ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും